എൻ്റെ മക്കളെ, നിങ്ങളുടെ കയ്യിൽ നിന്നൊരു കയ്യബദ്ധം വന്ന് വിചാരിച്ചോ? നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ രീതി അനുസരിച്ചുകൊണ്ട് ചിലപ്പോൾ അശ്രദ്ധ വരും. ഉടമ്പടി എടുത്താലും ചിലപ്പോഴും ഉടമ്പടി ജീവിക്കുകയാണെങ്കിൽ ശരി, ചില കയ്യബദ്ധങ്ങൾ വന്നു കഴിഞ്ഞായിരിക്കും അറിയണം, ദൈവമേ ഞാൻ ഉടമ്പടി എടുത്താണല്ലോ, ഞാൻ ഓർത്തില്ലല്ലോ, അബദ്ധമായി പോയല്ലോ, അങ്ങനെ ചെയ്യരുതായിരുന്നു, അങ്ങനെ പറയരുതായിരുന്നു, ഇനിയിപ്പോൾ എന്തു ചെയ്യും, കുമ്പസാരിക്കാതെ ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? എൻ്റെ മകളെ, നീ ഒന്നും ചെയ്യേണ്ട, സോറി എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്താ കാര്യം എന്നറിയാവോ? ഒരു സോറി പറഞ്ഞൊരു മനുഷ്യനാണ് ഇസ്രായേൽ ഭരിച്ചതെന്ന് നീ ഓർക്കണം. ഞാൻ ദാവീദിൻ്റെ കുഴിമാടത്ത് ചെല്ലുമ്പോൾ അവിടെ 1.5 മണിക്കൂർ നിന്ന് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ കൂട്ടം തെറ്റിപ്പോയൊരു മനുഷ്യനാണ് ഞാനും വിജയകുമാറും. ഞങ്ങൾ ഈ ദാവീദിൻ്റെ കുഴിമാടം കണ്ടപ്പോഴെല്ലാം മറന്നുപോയി. അവിടെ നിന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാര്യം ഞങ്ങൾക്ക് മുമ്പ് നിൽക്കുന്ന 2 യഹൂദന്മാർ ധൂപം ഇങ്ങനെ അർപ്പിച്ചുകൊണ്ട് അവരിങ്ങനെ സങ്കീർത്തനങ്ങൾ പാടി ആടി അവരിങ്ങനെ നിർവൃതി നിൽക്കുകയാണ്. എത്ര കൊല്ലം, 2500 കൊല്ലം മുമ്പ് മരിച്ചുപോയി, 2000 അല്ല 10,000-3000 കൊല്ലം മരിച്ചുപോയി ദാവീദ് സിംഹാസനം, ദാവീദിൻ്റെ കുഴിമാടത്തിൽ ഈ യഹൂദ പുരോഹിതന്മാർ ഇരുന്നുകൊണ്ട് ധൂപാർച്ചന നടത്തി പ്രാർത്ഥിക്കണം കണ്ടപ്പോൾ പ്രാർത്ഥന എന്താണ്, നമ്മൾ ഇത്രയും നാൾ പ്രാർത്ഥനയേക്കാൾ ആയാലും വേറൊരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഇങ്ങനെ തീഷ്ണമായിട്ട് 24 മണിക്കൂർ ആ മനുഷ്യനവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഞാനും കൂടെ നിന്ന്, വിജയകുമാരൻ കൂടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ 1.5 മണിക്കൂർ അറിയാതെ നിന്ന് പ്രാർത്ഥിച്ചു പോയി. തിരിഞ്ഞു നോക്കിയപ്പോൾ കൂട്ടം കാണുന്നില്ല. പഴയ ജെറുസലേമിലാണ്, അകപ്പെട്ടു പോയി. പിന്നെ ഞാൻ കൊന്തയല്ലി ആണ് ആ പണ്ടി ടെല്ലവീവിലേക്ക് ജെറുസലേമിൽ കണ്ടുപിടിച്ചത്. കൊന്തയല്ലി 1.5 മണിക്കൂർ നടന്നപ്പോൾ അതിൻ്റെ അത് പെട്ടുപോയി, പിന്നെ രക്ഷപ്പെടാൻ പാടില്ല. പക്ഷേ മാതാവ് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ഞാൻ കാറിൽ പോകുമ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വണ്ടി ഏതാണെന്ന് കണ്ടില്ല, അതിൻ്റെ ഡിസൈൻ അറിഞ്ഞില്ല, അതിൻ്റെ പേരറിയാൻ പാടില്ല. ഞങ്ങളെ കൊണ്ടുവന്ന ഞങ്ങൾക്ക് ഈ 16 ലൈൻ റോഡാണ്, നമ്മുടെ 4 ലൈനല്ല 16 ലൈൻ റോഡാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഇങ്ങനെ നൂല് പോലെ ഇങ്ങനെ പാകിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പണ്ടി ഇവിടെ പോയി. നേരത്തെ അവർ ഞങ്ങളോട് കൊട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ പറഞ്ഞാൽ, നിങ്ങൾ ഒരു കാരണവശാലും കൂട്ടം തെറ്റിപ്പോയരുത്, കൂട്ടം തെറ്റിപ്പോയാൽ ഹോട്ടലിലേക്ക് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഹോട്ടലിൻ്റെ നമ്പർ തന്ന്. ഹോട്ടൽ 90 കിലോമീറ്റർ അകലെയാണ്. പക്ഷേ വിജയകുമാറിൻ്റെ ഫോണിൽ ചാർജുമില്ല. അപ്പം അതിൻ്റെയൊക്കെ അകപ്പെട്ടു, പഴയ ജെറുസലേമിനകത്ത് കുഡൂസിൽ അകപ്പെട്ടു പോയി. അപ്പോഴെന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യണ്ട, ജപമാല ചെല്ലാൻ പറഞ്ഞ്. ഞാൻ ഒരു ജപമാല ചെല്ലിയിട്ട് കണ്ട വഴി, തെക്കും വടക്കും അറിയാൻ പാടില്ല, നല്ല ഉച്ച 12 മണി നേരം, നല്ല ഒരു 40 ഡിഗ്രി ചൂട്, അങ്ങോട്ടാണ്. അങ്ങോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വഴി, പടിഞ്ഞോട്ട് വഴി, പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഇടക്കോട്ട് വലത്തോട്ടും വഴി, പിന്നെയും വഴി. ഏത് വഴിയാണ് റോഡെന്ന് എവിടെ എത്തുമെന്ന് ഒരു പിടിയില്ല, വെച്ച് നടക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ നീ നടന്ന വഴിയാണത്, ഞങ്ങൾക്ക് 2 പേർക്ക് ആദ്യമായിട്ട് ഇവിടെ വന്ന് ലാൻഡ് ചെയ്യേണ്ടതാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ വഴിയൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ വണ്ടിയും അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ കൊന്ത ചൊല്ലി തീരും, അപ്പം നീ ഞങ്ങളെ വഴിയിലെത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ വിജയകുമാർ പറഞ്ഞ്, അപ്പോഴാദ്യമായിട്ടാണ് ഒരു വിശ്വാസം പ്രയോഗത്തിൽ വരണത്. പുള്ളിക്ക് കണ്ടുപിടി ഞെട്ടണത് അങ്ങനെ. ഞാൻ പറഞ്ഞു 5-ാമത്തെ ദിവസത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും പറഞ്ഞപ്പോൾ ഉണ്ട് ഞങ്ങൾ റോഡേ എത്തി അവിടെ. പക്ഷേ റോഡേ എത്തുമ്പോൾ എന്ത് റോഡാണ് ഈ കാണുന്നത്? 16 ലൈൻ റോഡാണ്. ഇൻ്റർനാഷണൽ ടൗൺ സിറ്റിയല്ലേ, അവിടെ ചെന്ന് അകപ്പെട്ട്. ഏത് വണ്ടി, നമ്മുടെ വണ്ടി എവിടെ പോയെന്ന് ആർക്കറിയാം? നമ്മുടെ മൊബൈലും വർക്ക് ചെയ്യണില്ല. എനിക്ക് പിന്നെ റോമിംഗ് ഇല്ല, സാറിന് റോമിംഗ് ഉണ്ട്, പക്ഷേ അവിടെ ബാറ്ററി വർക്ക് ചെയ്യണില്ല. ആകപ്പെടെ കുഴപ്പത്തിലായി വിജയകുമാറിനോട് പറഞ്ഞു, സാറേ ഒരു വണ്ടി, ഞാൻ പറഞ്ഞു സാറേ ഒരു വണ്ടി എടുക്ക്. അവർ ടാക്സി എടുത്ത്, ടാക്സി വന്ന് നിന്ന് ടാക്സിക്കാരൻ ഞങ്ങളോട് ചോദിക്കുകയാണ് എവിടെ പോകണമെന്ന്. ഞങ്ങൾക്കറിയാമല്ലോ എവിടെ പോകണമെന്ന്. ഞങ്ങളുടെ വണ്ടി പിടിക്കാനാണ് ഇയാളെ വിളിച്ചിരിക്കുന്നത് അറിയാമോ? അപ്പോൾ വണ്ടി എവിടെയാണെന്ന് ഞാൻ ചോദിക്കത്തില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു ഗെറ്റലാണെന്ന് പറഞ്ഞു, മുമ്പോട്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾ എവിടെ പോകണമെന്ന് പറഞ്ഞ്, അപ്പോൾ സാറ് പറഞ്ഞു ഗെറ്റലാണ്, അപ്പോൾ മുമ്പോട്ട് പോകാൻ ഗ്രോഫ്രണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അപ്പം ഞങ്ങൾ 2 കൂടി ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെത് ഡ്രൈവറും വണ്ടിയൊന്നും അല്ല പ്രശ്നം, ഈ ജവമാല കൃത്യമായിട്ട് ചെല്ലുക എന്നുള്ള ആ സമയത്ത് ജവമാല ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ സാറിനോട് പറഞ്ഞു, സാറേ 5-ാമത്തെ ദിവരഹസ്യത്തിന് നമ്മൾക്ക് ഈ സ്ഥലത്തെത്തിയെങ്കിൽ അടുത്ത കൊന്ത തീരുമ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് നമ്മുടെ മുമ്പിൽ അമ്മ തരുമെന്ന് പറഞ്ഞു. അമ്മ തരും. അപ്പോൾ ഞാൻ സാറും കൂടി ചെല്ലിയിട്ട് അപ്പോൾ ഡ്രൈവർ ഇടയ്ക്ക് ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉതപ്പുണ്ടാക്കുന്നുണ്ട്. അയാൾ അപ്പോൾ വിജയകുമാർ ചോദിച്ചു, വാ മിണ്ടാതിരിക്കുക, നിങ്ങൾക്ക് എത്ര പരിപാടി വേണം? അപ്പോൾ പറഞ്ഞ് $500. ഉടനെ $500 എടുത്ത് അയക്ക് കൊടുത്ത്. എവിടെ? 2 കിലോമീറ്ററേ പോയിട്ടുള്ളൂ. ഞങ്ങൾ മണ്ടന്മാരെ ഇന്ത്യക്കാരാണെന്ന് അയക്കറിയാം. കാര്യം ഇത് വഴി അറിയാൻ പോലെ വല്ലതും കയറി ഇരിക്കുക, സ്ഥലം പറയാവല്ലിരിക്കുക. ഇന്ത്യക്കാരത് ആരും 2 മണ്ടന്മാർ കേട്ടിട്ടുണ്ട്. ഇന്ത്യക്കാരെ മണ്ണൊന്നും വേണ്ട, ഇന്ത്യക്കാർ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിയുള്ളവരാണ്. പക്ഷേ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഇയാൾക്ക് വഴി പറഞ്ഞ്, ഞങ്ങൾക്ക് അറിയത്തില്ല അവിടെ തെക്കും വടക്കും.
ഞങ്ങളുടെ ജീവിതം അങ്ങനെ അകപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലിരിക്കണ കൊന്ത മാത്രമേ ഒരു ഉറപ്പുള്ളൂ. ഇതാണ് നമ്മുടെ ഈ എന്താ പാത്ത് ഫൈൻഡർ എന്ന് പറയുന്ന സാധനം. ഇതാണ്, ഇത് വെച്ചുള്ള കളിയാണ് നമുക്കറിയാവുന്നത്. അപ്പോൾ ഞാൻ ഈ കൊന്ത തീരണ സമയത്ത് 4ാമത്തെ കൊന്ത തീരുമ്പോൾ തന്നെ അമ്മ പറഞ്ഞ് വണ്ടി ചുവപ്പാണെന്ന് പറഞ്ഞേ. അപ്പോൾ വണ്ടി ചുവപ്പ് നിറവാണ്, താഴെ കറുപ്പുണ്ടെന്ന് പറഞ്ഞ്. ഞാൻ ഉടനെ സാറേ ചുവപ്പ് വണ്ടിയാണെന്ന് അമ്മ പറയുന്നുണ്ട്, താഴെ കറുപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. 5ാമത്തെ രഹസ്യം ചൊല്ലി അവസാനിക്കുമ്പോൾ ചുവപ്പും കറുപ്പും വണ്ടി ഞങ്ങളുടെ ഭൂമി കൊണ്ടുവന്ന അമ്മ. ഈ എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അനുഭവങ്ങളാണ്. അനുഭവങ്ങളെന്ന് പറയണത് അതാണ് പഠിപ്പിക്കലെന്ന് പറയണത്. ദൈവം അനുഭവങ്ങളിലൂടെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് 110 143:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ആരാധന. 143:10 സങ്കീർത്തനങ്ങൾ. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. എന്തെന്നാൽ അവിടുന്നാണ് എൻ്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ്, അങ്ങയുടെ നല്ല ആത്മാവിനെ എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങയുടെ ഹിതം അനുവർത്തിക്കുകയാണ് എൻ്റെ ആഹാരം. അതാണ് നിരപ്പുള്ള വഴികളിലൂടെ. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം അനുവർത്തിക്കുന്ന വ്യക്തിയായി നമ്മൾ എപ്പോൾ മാറുന്നുവോ അപ്പോൾ നമ്മൾ നിരപ്പുള്ള വഴിയിലൂടെ വരും. കാര്യം ഇതിൻ്റെ വിഷയം എന്ന് പറയണത് വചനം കേൾക്കണമെങ്കിൽ വഴി നിരപ്പാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ മാന്താനെ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പ്രത്യേകം മിഷൻ കൊടുത്ത് വിടേണ്ട കാര്യം. എന്താണ്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ പറ്റിയൊരു സമൂഹത്തെ രൂപപ്പെടുത്തി എടുക്കാനുള്ള ജ്ഞാനസ്ഥാനം, പശ്ചാത്താപത്തിൻ്റെ ജ്ഞാനസ്ഥാനമാണ് യോഹന്നാൻ നൽകണത്. അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഒരു പശ്ചാത്താപം ഉണ്ടാവുകയും ദൈവത്തിൻ്റെ വചനം ജീവിക്കുകയും ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ നിരപ്പുള്ള വഴികളിലേക്ക് വന്നു കഴിഞ്ഞു. പിന്നെ ദൈവമായിട്ട് അടുത്ത നടപടി ദൈവത്തിൻ്റെ ഇടപെടലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഉടമ്പടിയുടെ ഉദ്ദേശമെന്ന് പറയണത് ആദ്യം തന്നെ നിരപ്പുള്ള വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ട് നല്ല ആത്മാവിലേക്ക് വരണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നിങ്ങളുടെ ഉടമ്പടിയിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മെക്കിട്ട് കയറാൻ പറ്റിയ ഒരു ഉദ്യോഗം ഉണ്ടാക്കണം. 10 പൈസ മറ്റവരെക്കാൾ മെച്ചമായിരിക്കണം നമ്മൾ. അതുപോലെ തന്നെ ഇതുപോലെ നമ്മുടെ ലോൺ പാസ്സാകുന്നതിലൂടെ നമുക്ക് അപ്പൻ്റെക്ക് നിന്ന് നമ്മൾ വീട് വെക്കാനുള്ള സ്ഥലം എഴുതി മേടിച്ച് കഴിഞ്ഞാൽ അനിയനെ എങ്ങനെയെങ്കിലും സ്കൂട്ട് ചെയ്യാം, അവിടുന്ന് ന്യൂട്രലാക്കി പുറത്താക്കാം എന്നൊക്കെയുള്ള പരിപാടികളൊക്കെ കയ്യിലുണ്ടെങ്കിൽ നല്ല ആത്മാവല്ല അത്. നിങ്ങളുടെ നിയോഗം കൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും നീറി അവസാനിക്കണത്. എന്താ കാര്യം? എല്ലാ നിയോഗത്തിലും തരികിടയുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷം അത് നേടിയെടുത്തതിലൂടെ മറ്റുള്ളവർക്കൊരു പണി കൊടുക്കാൻ വേണ്ടി നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഇതാണ് വിഷയം. നിങ്ങൾക്ക് പണി തന്ന ആൾക്കാർക്ക് എല്ലാം മുമ്പിൽ തലേലും കെട്ടി ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ഭൗതിക ആനുകൂല്യത്തോട് ദൈവത്തോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആത്മാവല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള നിയമങ്ങളെല്ലാം പൊളിച്ചെഴുതണം. എന്നിട്ട് നിരപ്പുള്ള വഴികളിലൂടെ ദൈവഹിതപ്രകാരം ജീവിക്കാൻ വേണ്ടി നിത്യത ലക്ഷ്യമാക്കൊണ്ട് പോകുമ്പോൾ അമ്മ ഓട്ടോമാറ്റിക്കടെ വന്ന് മധ്യസ്ഥം വഹിക്കും. അമ്മ മധ്യസ്ഥം വഹിക്കുന്ന രീതി കണ്ടില്ലേ? ആ ഒരു ജപമാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ജന്മം അടുത്ത ജന്മം ജീവിക്കാൻ പറ്റും. അതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്. കാര്യം ജപമാല മുഴുവനും ഫുൾ ഓഫ് കർത്താവിൻ്റെ റിഡംഷൻ്റെ വീണ്ടെടുപ്പിൻ്റെ മുഴുവനും രക്ഷാകര സമ്പൂർണ്ണ ബൈബിളിനെ ഇങ്ങനെ കാച്ചിക്കുറുക്കി അങ്ങനെ മണികളാക്കി വെച്ചിരിക്കുകയാണ് ജപമാലയിൽ. അതിനേക്കാൾ വലിയ പ്രാർത്ഥന ഇനി ഉണ്ടാകാൻ പോണില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ അകത്ത് നമ്മളിത് 1000 മണിയൊക്കെ ആയിട്ട് വർദ്ധിപ്പിക്കുന്നതിൻ്റെ കാര്യം. വേറെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കൊക്കെ പറ്റിയ അബദ്ധം വല്ല ഉടായ്പ പ്രാർത്ഥനകളൊക്കെ വന്നപ്പോൾ നിങ്ങൾ ന്യൂട്രലായിട്ട് നിങ്ങൾ ജപമാല മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ പുറകെ പോയി. അതാണ് സംഭവം. മര്യാദക്ക് നിന്നുകയും നമ്മുടെ പിതാക്കന്മാരെ ദൈവവും തലമുറകളും പഠിപ്പിച്ച പ്രാർത്ഥനകൾ സത്യസന്ധമായ ആധ്യാത്മികതയ്ക്ക് നിങ്ങൾ തീഷ്ണമായി വരണം. നിങ്ങൾ വരണമെന്നല്ല ഞാൻ പറയണത്, നിങ്ങൾ തീഷ്ണമായി വരണമായിട്ട് ദൈവത്തിന് തോന്നണം. ദൈവത്തിന് തോന്നണമെന്നുണ്ടെങ്കിൽ അത് നടപ്പിൽ വരുത്തണം ദൈവം. കാരണം നിങ്ങളുടെ ജീവിതം കൊണ്ട് തന്നെ സുവിശേഷം നമ്മളിലെ പരിശുദ്ധാത്മാവ് ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? അനുകൂലം സാഹചര്യം അനുകൂലമായാലും പ്രതികൂലമായാലും നീ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകണം. പ്രതികൂലമായ സാഹചര്യം വന്നാലും ആ പ്രതികൂലമായ സാഹചര്യത്തിലും നീ ഒരു സുവിശേഷമായിക്കൊണ്ട് ദൈവത്തിനെ കൊണ്ട് തന്നെ ആ വിഷയത്തെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നീ ശ്രമിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്യുക വല്ലതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തൊക്കെയാണ് കുഴപ്പം? എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഇന്ന ഹോട്ടലിലാണ് താമസിച്ചത്, ഇന്ന വണ്ടി എങ്ങോട്ടാണ് പോയെന്നൊക്കെ ട്രേസ് ഔട്ട് എടുക്കണം. ഒരു കുഴപ്പമില്ല.
പക്ഷേ ഞങ്ങൾ ജപമാലയിലാണ് ആശ്രയിച്ചത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ നമ്മുടെ ബുദ്ധിപരമായ മെക്കാനിസം അല്ല കാണിക്കേണ്ടത്. അത് ജഡിക ആത്മാക്കമുള്ള ആൾക്കാർ ജഡികമായ മാർഗ്ഗങ്ങൾ അന്വേഷിക്കും. ദൈവ പൈതൽ ദൈവത്തിൻ്റെ മാർഗ്ഗമാണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഉടമ്പടി നീ വിജയിക്കണമെന്ന് കാണുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഫസ്റ്റ് റെഫറൻസിൽ നിനക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ദൈവത്തെ കൊണ്ട് ആദ്യം പരിഹരിക്കാൻ വേണ്ടി നീ നടപടി എടുക്കുമ്പോൾ നീ ദൈവത്തിൻ്റെ നിരപ്പായ വഴികളിലൂടെയാണ്. കൈയടിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ.